നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 64ാമത് സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കിരീടം കരസ്ഥമാക്കിയ കണ്ണൂർ ടീമിന് സ്വീകരണം നൽകി. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി സ്വദേശിയായ വനിതാ ഡോക്ടറെ ഡിജിറ്റൽ അറസ്റ്റ് ഭീഷണി മുഴക്കി 10.5 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ മുഖ്യപ്രതി പിടിയിൽ. അറസ്റ്റിലായത് പഞ്ചാബ് ലുധിയാന സ്വദേശി ജീവൻ റാം. മയ്യഴിയുടെ ടൂറിസത്തിനും വികസനത്തിനും വേണ്ടി 200 കോടിയുടെ വികസന പ്രവർത്തനം നടത്തുമെന്ന് പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസനാഥൻ. പള്ളു ഗവൺമെന്റ് ആശുപത്രിക്ക് പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. സോഷ്യലിസ്റ്റ് നേതാവ് മുൻ മന്ത്രിയുമായിരുന്ന PR കുറുപ്പിന്റെ 25ാം ചരമവാർഷികാചരണ പരിപാടികൾ സമാപിച്ചു. അനുസ്മരണ റാലിയും പൊതുസമ്മേളനവും നടന്നു. കണ്ണൂരിന്റെ അഭിമാനകരമായ ഭൂതകാല ചരിത്രവും സാംസ്കാരിക, സാമൂഹിക, വൈജ്ഞാനിക പ്രബുദ്ധതയും വിളംബരം ചെയ്തുകൊണ്ടാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ സ്വർണ്ണ കിരീടം കരസ്ഥമാക്കിയതെന്ന് പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. തൃശൂരിൽ നടന്ന 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കലാകിരീടം സ്വന്തമാക്കിയ കണ്ണൂർ ടീമിന് മാഹിയിൽ സ്വീകരണം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂരിൽ നടന്ന 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കലാകിരീടം സ്വന്തമാക്കിയ കണ്ണൂർ ടീമിനെ പുരാവസ്തു പുരാരേഖ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മാഹിയിൽ സ്വീകരിച്ചു. കണ്ണൂരിന്റെ അഭിമാനകരമായ ഭൂതകാല ചരിത്രവും സാംസ്കാരിക, സാമൂഹിക, വൈജ്ഞാനിക പ്രബുദ്ധതയും വിളംബരം ചെയ്തുകൊണ്ടാണ് കണ്ണൂർ സ്വർണ്ണകിരീടം കരസ്ഥമാക്കിയതെന്ന് മന്ത്രി പറഞ്ഞു. സ്വർണ്ണകിരീടമണിയാനും കഴിഞ്ഞത് അഭിമാനകരമാണ്, സന്തോഷകരമാണ്. ഇത് പ്രോത്സാഹജനകമായ ആരോഗ്യകരമായ മത്സരബോധത്തിലൂടെ കലാ സാംസ്കാരിക രംഗത്തേക്കുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു ഭാഗത്തിലാണ്. വളർന്നു വരുന്ന യുവാക്കളുടെ മനസ്സിനെ സംശീകരിക്കുവാനും ഉദാത്തവൽക്കരിക്കാനും കഴിയുന്ന അനർഘമായ ഒരു കർമ്മ പദ്ധതിയാണ് കലാപരിപാടി സംസാരിക്കുന്നത്. സ്കൂൾ കലോത്സവം അതിന് വേദിയായിരിക്കുന്നതാണ് നിരീക്ഷാനന്തരമായ കാര്യം. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ പരിശ്രമവും സമർപ്പണവുമാണ് ഈ നേട്ടത്തിന് പിന്നിലെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ അതിർത്തിയായ മാഹിയിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് വിദ്യാർത്ഥികളെ സ്വീകരിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ടി ഷബിന, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ എ പ്രദീപൻ, പി രവീന്ദ്രൻ, ബോബി എണ്ണച്ചേരി, അംഗങ്ങളായ കെ അനുശ്രീ, പി പ്രസന്ന, CK മുഹമ്മദ് അലി, PV ജയശ്രീ, ന്യൂമാഹി പഞ്ചായത്ത് പ്രസിഡന്റ് അർജുൻ പവിത്രൻ, വൈസ് പ്രസിഡന്റ് MK സെയ്തു, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ D ഷൈനി, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P ശകുന്തള, SSK ജില്ലാ കോർഡിനേറ്റർ E വിനോദ്, വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ KC സുധീർ, കലോത്സവം ജില്ലാ പ്രോഗ്രാം കൺവീനർ K പ്രകാശൻ, പാനൂർ AEO ബൈജു കേളോത്ത്, ചൊക്ലി AEO ബാബുരാജ്, കണ്ണൂർ ഡയറ്റ് പ്രിൻസിപ്പൽ ഇൻചാർജ് ജയദേവൻ, ന്യൂമാഹി MM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ KP റീത്ത എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണ കിരീടം കരസ്ഥമാക്കിയ കണ്ണൂരിന് തലശ്ശേരിയിലും ഊഷ്മളമായ സ്വീകരണം നൽകി. തലശ്ശേരി MG റോഡ് പരിസരത്ത് നൽകിയ സ്വീകരണത്തിൽ ജനപ്രതിനിധികളും അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേർ അണിനിരന്നു.
സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണകിരീടം കരസ്ഥമാക്കിയ കണ്ണൂരിന് തലശ്ശേരിയിലും ഊഷ്മളമായ സ്വീകരണം നൽകി. തലശ്ശേരി MG റോഡ് പരിസരത്ത് വിവിധ വിദ്യാലയങ്ങളിലെ ബാൻഡ് മേളത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെയാണ് സ്വീകരണം ഒരുക്കിയത്. പടക്കം പൊട്ടിച്ചും കപ്പിൽ ഹാരാർപ്പണം നടത്തിയുമാണ് സ്വീകരണം നൽകിയത്. നഗരസഭാംഗങ്ങൾ, വിവിധ വിദ്യാലയങ്ങളിലെ അധ്യാപക, വിദ്യാർത്ഥികൾ, വ്യാപാരി വ്യവസായ സമിതി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ, DYFI, SFI, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തലശ്ശേരി സ്വദേശിയായ വനിതാ ഡോക്ടറെ ഡിജിറ്റൽ അറസ്റ്റ് ഭീഷണി മുഴക്കി 10.5 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതി പിടിയിൽ. പഞ്ചാബ് ലുധിയാന സ്വദേശിയായ ജീവൻ റാം ആണ് കണ്ണൂർ സിറ്റി സൈബർ പോലീസിന്റെ പിടിയിലായത്. പഞ്ചാബിലെ ലുധിയാന ജില്ലയിലെ ഒരു ഉൾഗ്രാമത്തിൽ വെച്ച് അതിസാഹസികമായാണ് അന്വേഷണ സംഘം പ്രതിയെ പിടികൂടിയത്. തലശ്ശേരി സ്വദേശിയായ വനിതാ ഡോക്ടറെ ഡിജിറ്റൽ അറസ്റ്റ് ഭീഷണി മുഴക്കി 10.5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതിയാണ് പിടിയിലായത്. പഞ്ചാബ് ലുധിയാന സ്വദേശിയായ ജീവൻ റാമാണ് കണ്ണൂർ സിറ്റി സൈബർ പോലീസിന്റെ പിടിയിലായത്. പഞ്ചാബിലെ ലുധിയാന ജില്ലയിലെ ഒരു ഉൾഗ്രാമത്തിൽ വെച്ച് അതിസാഹസികമായാണ് അന്വേഷണ സംഘം പ്രതിയെ പിടികൂടിയത്. കഴിഞ്ഞ നവംബർ 30-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. മുംബൈ CBI ഉദ്യോഗസ്ഥർ എന്ന വ്യാജേന വാട്സപ്പ് വീഡിയോ കോളിലൂടെ ബന്ധപ്പെട്ട തട്ടിപ്പ് സംഘം പരാതിക്കാരിയുടെ പേരിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് നിലവിലുണ്ടെന്ന് ഭീഷണിപ്പെടുത്തി. തുടർന്ന് കേസ് ഒത്തുതീർപ്പാക്കാനെന്ന പേരിൽ ഡോക്ടറെ ഭയപ്പെടുത്തി വിവിധ അക്കൗണ്ടുകളിലായി 10,50,000 രൂപ അയപ്പിക്കുകയായിരുന്നു. തട്ടിപ്പിലൂടെ ലഭിച്ച പണം പ്രതി ജീവൻ റാം ചെക്ക് വഴി അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ചതായി പോലീസ് കണ്ടെത്തി. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് IPSന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം കണ്ണൂർ സിറ്റി സൈബർ പോലീസ് സ്റ്റേഷൻ SI പ്രജീഷ് TPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. SI ജ്യോതി, CPO K സുനിൽ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. പ്രതിയുടെ ലൊക്കേഷൻ തുടർച്ചയായി മാറിക്കൊണ്ടിരുന്നത് അന്വേഷണത്തെ ബാധിച്ചെങ്കിലും പഞ്ചാബിലെ കൊടും തണുപ്പും പ്രതികൂല സാഹചര്യങ്ങളും വകവയ്ക്കാതെ 5 ദിവസത്തോളം പിന്തുടർന്നാണ് പോലീസ് പ്രതിയെ വലയിലാക്കിയത്. മയ്യഴിയുടെ ടൂറിസത്തിനും വികസനത്തിനും വേണ്ടി 200 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ K കൈലാസനാഥൻ. മയ്യഴിയോട് തനിക്ക് പ്രത്യേക മമതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ മയ്യഴിയിലെ വികസനത്തിന് പ്രത്യേക ശ്രദ്ധയുണ്ടാകുമെന്നും പാതിവഴിയിൽ നിലച്ചുപോയ ഹാർബർ തുടങ്ങിയവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും ഗവർണർ പറഞ്ഞു. പള്ളൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് പുതുതായി നിർമ്മിക്കുന്ന ബഹുനില കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മയ്യഴിയുടെ ടൂറിസത്തിനും വികസനത്തിനും വേണ്ടി 200 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ഗവർണർ പറഞ്ഞു. മയ്യഴിയോട് തനിക്ക് പ്രത്യേക മമതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ മയ്യഴിയിലെ വികസനത്തിന് പ്രത്യേക ശ്രദ്ധയുണ്ടാകുമെന്നും പാതിവഴിയിൽ നിലച്ചുപോയ ഹാർബർ തുടങ്ങിയവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ ഹാർബർ ഓർ എക്സ്പാൻഷൻ ഓഫ് ദ ഹാർബർ അതിൻ്റെ അപ്രൂവലും ഭാരത സർക്കാരിൽ നിന്ന് ഉടൻ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ ഈ 2 മാസം കൊണ്ട് അതിൻ്റെ പണിയും തുടങ്ങാനുള്ള ഇത് അതല്ലാതെ മറ്റുള്ള വികസന പദ്ധതികളല്ലാതെ മാഹിക്ക് വേണ്ടി ഒരു പ്രത്യേക റിവർ ഫ്രണ്ട് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്
പ്രത്യേക റിവർ ഫ്രണ്ട് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് എനിക്ക് തോന്നുന്നുണ്ട് 200 കോടി രൂപയുടെ ചെലവിൽ അതിനുള്ള രൂപരേഖകൾ തയ്യാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം പ്രധാനമന്ത്രി പുതുച്ചേരിയിൽ വരുമ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു അനൗൺസ്മെന്റ് ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. പുതുച്ചേരി മുഖ്യമന്ത്രി എൻ രംഗസ്വാമി അധ്യക്ഷനായി. வருகின்றது மருத்துவக் கல்லூரியில் பல மாணவர்கள் இப்பொழுது படித்து கொண்டிருக்கின்றார்கள். அது அரசு பள்ளியில் படித்த மாணவர்கள். அது மட்டுமல்லாது நம்முடைய அரசு எல்லோருக்கும் அரசு பள்ளியில் படித்த எல்லா பிரிவுகளை சார்ந்த பட்டப்படிப்பில் இடஒதுக்கீட்டினை 10% இடஒதுக்கீட்டினை இப்பொழுது வழங்க இருக்கின்றது. அதே போன்று அனைத்து பட்டப்படிப்பை சார்ந்த பிள்ளைகளுக்கும் அந்த கல்வி உதவித்தொகை ஊக்கத்தொகை வழங்குவதிலும் நாம் இப்பொழுது முறைப்படுத்தியிருக்கின்றோம். அதுவும் விரைவில் அந்த மாணவர்கள் கிடைக்க இருக்கின்றது. லேப்டாப் வழங்கப்படாமல் இருந்தது, கடந்த காலங்களில் வழங்கப்படாமல் இருந்தது. இப்பொழுது அரசானது லேப்டாப் மாணவர்களுக்கு வழங்க இருக்கின்றது, விரைவில் வழங்க இருக்கின்றது. குறிப்பாக கடந்த ஆண்டு முன்பாக ஒரு ஆண்டு கொடுக்காமல் இருந்த அந்த லேப்டாப் சேர்த்து 2 ஆண்டுகளுக்கு இப்பொழுது லேப்டாப் விரைவில் இன்னும் 10-15 தினங்களுக்குள் வழங்க இருக்கின்றது நம்முடைய அரசானது. அப்படி മാഹി MLA രമേശ് പറമ്പത്ത് ഭദ്രദീപം കൊളുത്തി. ലക്ഷ്മിനാരായണനായാലും അതേപോലെ തന്നെ മുഖ്യമന്ത്രി ആയാലും അദ്ദേഹത്തിന് അവരുടെയൊക്കെ മനസ്സ് മയ്യഴിയുടെ ജനങ്ങളോട് കൂടെ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഏറെ ശുഭകരവും മംഗളകരവുമായ ഈ പരിപാടിയിൽ സാന്നിധ്യം അറിയിക്കാനും ഇത് ഔപചാരികമായ ഉദ്ഘാടനം അറിയിക്കാനും എത്തേണ്ടവരുടെ എന്തു തന്നെയായാലും അവരുടെ എല്ലാ തരത്തിലുള്ള അനുഗ്രഹവും നമുക്കുണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കരിയിക്കുന്നുമേലെ സ്ഥലം നമ്മൾ എക്കോർ ചെയ്തപ്പോൾ അവിടെ ചില സാങ്കേതിക കാരണങ്ങൾ നമുക്കുണ്ടായിരുന്നു. 2-3 കാരണങ്ങളാണ് അവിടെ ആശുപത്രി ബിൽഡ് ചെയ്യാൻ നമുക്കുണ്ടായിരുന്നത്. ഒന്ന്, റോഡിൻ്റെ അപര്യാപ്തത. രണ്ടാമത്, റോഡ് 2 സൈഡിലും കൂടി എക്കോർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ. മറ്റൊന്ന്, വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ. ഇതൊക്കെ നമ്മെ ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ടാണ് ഈ ഇടത്തിൽ ഈ മൃഗാശുപത്രി അപ്പുറത്തെ നഴ്സ് ക്വാർട്ടേഴ്സിലേക്ക് മാറ്റിക്കൊണ്ട് ഈ സ്ഥലത്തെ നമ്മൾ പരിഗണിച്ചത്. ഞാൻ ഓർമ്മിക്കുന്നത്, അന്ന് ശിവരാജ് മീന RI ആയിരുന്ന കാലത്ത് 2021 ഞാൻ ജനപ്രതിനിധിയായി വന്നതിന് ശേഷം തുടങ്ങി ഇതിൻ്റെ ഫയലിൻ്റെ മൂവ്മെൻറ്റ്. ആദ്യം ഈ ആശുപത്രി, മൃഗാശുപത്രിയുടെ ഫയല് ബഹുമാന്യനായ ഹെൽത്ത് സെക്രട്ടറി മുഖാന്തരം പോണ്ടിച്ചേരിയിലെത്തുകയും ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ വെച്ച് മീറ്റിംഗ് നടത്തുകയും അന്ന് തന്നെ സെക്രട്ടറിയും ഡയറക്ടറും അഡ്മിനിസ്ട്രേറ്ററും അതേപോലെ മാഹിയിലെ ബന്ധപ്പെട്ട ആനിമൽ ഹസ്ബൻഡറിയിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള മീറ്റിംഗിൽ തീരുമാനമായി ഈ മൃഗാശുപത്രി അപ്പുറത്തുള്ള നഴ്സ് ക്വാർട്ടേഴ്സിലേക്ക് മാറ്റാമെന്ന്. റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ, ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ AP ഇസാഖ് തുടങ്ങിയവർ സംസാരിച്ചു. 6.5 പതിറ്റാണ്ട് മുമ്പ് സ്ഥാപിതമായ പള്ളൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ നിത്യേന 100 കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന പ്രധാന ആരോഗ്യ കേന്ദ്രമാണ്. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ 4 നില കെട്ടിടമായി ആശുപത്രി ഉയരുന്നതോടെ പള്ളൂർ പ്രദേശത്തെ ജനങ്ങളുടെ ദീർഘകാല അഭിലാഷമാണ് സഫലമാകുക. ആശുപത്രി വികസനത്തിന്റെ ഭാഗമായി നിലവിലുണ്ടായിരുന്ന മൃഗാശുപത്രിയുടെ സ്ഥലം ആരോഗ്യവകുപ്പിന് കൈമാറി. മൃഗാശുപത്രിക്ക് ആവശ്യമായ സ്ഥലം നഴ്സസ് ക്വാർട്ടേഴ്സിനടുത്ത് കണ്ടെത്തി അവിടേക്ക് മാറ്റാനും സാധിച്ചു. നിലവിൽ 30 കിടക്കകളുടെ ആശുപത്രി 50 കിടക്കകളുള്ള അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ബഹുനില ആശുപത്രിയായാണ് നിർമ്മിക്കുന്നത്. ആദ്യഘട്ടമായി 20.57 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളോടൊപ്പം ജനറൽ മെഡിസിൻ, ENT, ഗൈനക്കോളജി, ഡെന്റൽ വിഭാഗങ്ങൾ, സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ, ഫാർമസി, ഡിജിറ്റൽ ലാബ്, ICU, ഓപ്പറേഷൻ തിയേറ്റർ എന്നിവ ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളോടെയാണ് പുതിയ ആശുപത്രി നിർമ്മിക്കുന്നത്. ചാലക്കര, പള്ളൂർ, പന്തക്കൽ എന്നീ 3 വില്ലേജുകളിലെയും കേരളത്തിന്റെ സമീപ പ്രദേശങ്ങളിലെയും ആയിരക്കണക്കിന് സാധാരണക്കാർ ആശ്രയിക്കുന്ന പ്രധാന ആരോഗ്യ കേന്ദ്രമാണിത്. ശിലാസ്ഥാപനത്തിന് ശേഷം ദ്രുതഗതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് MLA പറഞ്ഞു. സോഷ്യലിസ്റ്റ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന PR കുറുപ്പിന്റെ 25ാം ചരമവാർഷികം ആചരിച്ചു. 1 മാസക്കാലം നീണ്ടുനിന്ന അനുസ്മരണ പരിപാടികൾക്ക് സമാപനം കുറിച്ച് പാലക്കോലിൽ നിന്നും പാനൂരിലേക്ക് വമ്പിച്ച PR അനുസ്മരണ റാലിയും പൊതുസമ്മേളനവും നടന്നു. അനുസ്മരണ റാലി RJDയുടെ ശക്തിപ്രകടനം കൂടിയായി മാറി. ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന അനുസ്മരണ പൊതുസമ്മേളനം RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സോഷ്യലിസ്റ്റ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന PR കുറുപ്പിന്റെ 25ാം ചരമവാർഷികാചരണ പരിപാടികൾക്ക് പ്രൗഢമായ സമാപനം. PR കുറുപ്പിന്റെ
കർമ്മഭൂമിയായിരുന്ന കൂത്തുപറമ്പ് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു മാസക്കാലം നീണ്ടുനിന്ന വൈവിധ്യമാർന്ന ഒട്ടനവധി പരിപാടികളാണ് അനുസ്മരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത്. സമാപനം കുറിച്ച് പാലക്കൂലിൽ നിന്നും പാനൂരിലേക്ക് PR അനുസ്മരണ റാലി സംഘടിപ്പിച്ചു. അക്ഷരാർത്ഥത്തിൽ PR അനുസ്മരണ റാലി കൂത്തുപറമ്പ് മണ്ഡലത്തിൽ RJDയുടെ ശക്തി പ്രകടനമായി മാറി. ആയിരങ്ങളാണ് പ്രകടനത്തിൽ പങ്കാളികളായത്. പാനൂർ ഹൈസ്കൂൾ റോഡിലൊരുക്കിയ അനുസ്മരണ പൊതുസമ്മേളനം RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ്കുമാർ ഉദ്ഘാടനം ചെയ്തു. ചരിത്രത്തെ തിരുത്താനും വികലമാക്കാനുമുള്ള ശ്രമം തിരിച്ചറിയണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ MV ശ്രേയാംസ്കുമാർ ആവശ്യപ്പെട്ടു. ഗാന്ധിജിയെയും നെഹ്റുവിനെയും ചരിത്രത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. ഗോഡ്സെയെ ന്യായീകരിക്കുന്നവരാണ് ചരിത്രത്തെ മാറ്റാൻ ശ്രമിക്കുന്നത്. രാജ്യം അദാനിമാർക്കും അംബാനിമാർക്കും തീരെഴുതുന്ന നീക്കമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ലോകം മുഴുവൻ മഹാത്മാവെന്ന് അംഗീകരിക്കുന്ന മഹാത്മാഗാന്ധിയെ ഏത് തരത്തിലാണ് ചരിത്രത്തിൽ വളച്ചൊടിക്കാൻ വേണ്ടി പോകുന്നത്? ഇപ്പൊ ഗോഡ്സെ ന്യായീകരിക്കലാണ് അവിടെ നടക്കുന്നത്. ഇനിയിപ്പോ രാഷ്ട്രപിതാവാകാൻ വേണ്ടി പോവാണ് സവർക്കർ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കില്ല. ആരാണ് രണ്ട് രാഷ്ട്രമാണെന്ന് ആദ്യം വാദിച്ചത്? ഇതെല്ലാം തന്നെ മറച്ചു നീക്കിക്കൊണ്ട് ഇന്ത്യയുടെ വിഭജനത്തിന് കാരണം നെഹ്റുവാണ്, ഗാന്ധിയാണ്, മൗലാനയാണ്. പട്ടേൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്, ഒരു സംശയവുമില്ല. ഭരണത്തിൽ നെഹ്റു കഴിഞ്ഞാൽ പിന്നെ പട്ടേലായിരുന്നു. 564ഓളം വിവിധ പ്രിൻസ്ലി സ്റ്റേറ്റുകളെ ഒന്നിപ്പിക്കാൻ വേണ്ടി അദ്ദേഹമാണ് പ്രയത്നിച്ചത്. അദ്ദേഹത്തെ വേറെ രീതിയിൽ പ്രശംസിക്കുക, അദ്ദേഹം തിരിച്ചും അർഹനാണ്, അതിലൊരു കാര്യം സംശയവുമില്ല. പക്ഷെ അത് നെഹ്റുവിൻ്റെയും ഗാന്ധിജിയുടെയും പേര് വിട്ടിട്ടല്ല. ജാർഖണ്ഡ് വ്യവസായ മന്ത്രി സഞ്ജയ് പ്രസാദ് യാദവ് മുഖ്യാതിഥിയായി. അദ്ദേഹത്തിന്റെ പ്രസംഗം സലീം അടവൂർ പരിഭാഷപ്പെടുത്തി. और स्वर्गीय देशम गुरु शिबू सोरेन जी भी आंदोलन का एक बहुत बड़ा हिस्सा था, जो गरीबों की लड़ाई लड़ा, जंगल पहाड़ पत्थर में भी रात गुजार करके गरीबों को हक दिलाया, राज का बंटवारा लिया। और उस राज में आज कैबिनेट मंत्री के रूप में राष्ट्रीय जनता दल की तरफ में से हम लोग वहाँ पे हैं, क्योंकि 4 MLA हम लोग राष्ट्रीय जनता दल के हैं और उसमें से एक मिनिस्टर है जो हम आप लोगों के बीच हैं। लेकिन ये बात भी सत्य है कि लड़ाई और हक के लिए जब लड़ा जाता है तो आपको कई संकटें झेलना पड़ता है, कई मुसीबत झेलना पड़ता है, उसमें जान भी जा सकता है
कई चीजें जो है संघर्ष वो अपने लिए लड़ाई नहीं लड़ता है, पूरे पूरे देश के लिए लड़ाई लड़ता है। जब हक और हुकूमत की लड़ाई होता है तो एक तरफ सामान्य वर्ती लोग बैठे रहते हैं और दूसरे तरफ गरीब के अगुवाई करने वाला लोग जो इंसाफ दिलाने के लिए आपके बीच रहते हैं। तो काफी संघर्ष होता है। उस संघर्ष में हम लोग को एक मुस्तैदी से होकर के, एकजुट होकर के जो है लड़ाई लड़ते हैं। आप देख रहे हैं अभी देश के हालात क्या है, किस तरफ देश जा रहा है और देश को किस तरफ ईडी और सीबीआई का जो है ध्वज जमा करके आज चाहे हमारी ममता दीदी हो, चाहे भाई हेमंत सोरेन जी हो, चाहे तेजस्वी यादव जी हो, चाहे अखिलेश यादव जी हो, जहां जहां पिछड़ों की बात होता है, दलितों की बात होता है, अल्पसंख्यकों की बात होता है, आदिवासियों की बात होता है, गरीब गुरबा की बात होता है, तो वहां पर जो है वैसे नेता को जो है लोग एक माध्यम से जो है कुचलने का काम करता है, लेकिन ये देश की जनता है। RJD കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജയ ഗിരിജൻ അധ്യക്ഷനായി. KP മോഹനൻ MLA, RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി PK പ്രവീൺ, മുൻ മന്ത്രി A നീലലോചിതസ് നാടാർ, മുൻ MLA ജമീല പ്രകാശം, മഹിളാ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് OP ഷീജ, RJD മുൻ സംസ്ഥാന സെക്രട്ടറി KP ചന്ദ്രമാസ്റ്റർ, മനിയത്ത് ചന്ദ്രൻ, രവീന്ദ്രൻ കുന്നോത്ത്, P ദിനേശൻ, MK രഞ്ജിത്ത്, സജീന്ദ്രൻ പാലത്തായി തുടങ്ങിയവർ പ്രസംഗിച്ചു. അനുസ്മരണ റാലിക്ക് മുന്നോടി നടന്ന മഹിളാ സംഗമം പാലക്കൂലിൽ RJD സംസ്ഥാന സെക്രട്ടറി ജമീല പ്രകാശം ഉദ്ഘാടനം ചെയ്തു. ശീലിൽ ശോഭ അധ്യക്ഷയായി. മഹിളാ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് OP ഷീജ, ഉഷ രേരോത്ത്, K സിനി, K അനിത, KP അശ്വതി, P ഷൈറീന തുടങ്ങിയവർ പ്രസംഗിച്ചു. കുന്നോത്തുപറമ്പ് കൊളവല്ലൂർ LP സ്കൂളിൽ ജെൻസി വിദ്യാലയം ഉദ്ഘാടനം നടന്നു. മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. നാട്ടുകാരും PTA ഭാരവാഹികൾ ചേർന്നുനടത്തിയ വർണ്ണശകടമായ പുസ്തകഘോഷയാത്ര ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി കുന്നോത്തുപറമ്പ് അഭിവൃദ്ധികളെ സത്യമാക്കി കൊണ്ടു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ മുഴുവനാളുകളും ഈ ഘോഷയാത്രയിൽ അറിഞ്ഞിരുന്നുകൊണ്ട് ഈ അവകാശത്തും സഹകരിക്കണമെന്ന് പ്രിയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, പുതിയ തലമുറയ്ക്ക് അനുയോജ്യമായ പഠനത്തിന് ഒരുക്കുന്ന വിദ്യാലയത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കൊളവല്ലൂർ LP സ്കൂളിൽ ഒരുക്കിയ ജെൻസി വിദ്യാലയം മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ഇനി ഹൈടെക് ക്ലാസ്സിൽ ഇരുന്ന് അവരുടെ പഠനം പൂർത്തീകരിക്കാം. ഈ ഒരു സുന്ദര നിമിഷം, ഈ ഒരു ധന്യ നിമിഷം ബഹുമാന്യനായ കേരളത്തിന്റെ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുകയാണ്. വേദിയിൽ സന്നിഹിതരായിരിക്കുന്നു. ഒരു അഭിമാന നിമിഷമാണ്. ഈ ഒരു നിമിഷത്തിൽ ഒരു സന്തോഷ വാർത്ത. വായനശാലയും ചേർന്ന് ഒരു ഗ്രാമത്തിലെ പ്രാഥമിക വിദ്യാലയം തലമുറകളെ വാർത്തെടുക്കുമ്പോൾ തീർച്ചയായും ആ പുതിയ തലമുറ, ന്യൂജൻ എന്ന് നമ്മൾ പറയുന്ന തലമുറ, ഈ ഗ്രാമത്തിനു വേണ്ടിയുള്ള, ഗ്രാമത്തിന്റെ ചരിത്രം ഓർക്കുന്ന, ഗ്രാമത്തിന്റെ സംസ്കാരം ഓർക്കുന്ന ഒരു നല്ല തലമുറയായി മാറും. അതുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ മുഴുവൻ പ്രാഥമിക വിദ്യാലയത്തിലാകും. അതുപോലെ ഗ്രാമീണ വായനശാലയിൽ ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷ ഇവിടെയുണ്ട്, ഗ്രാമപഞ്ചായത്തിന്റെ ജനപ്രതിനിധികളുണ്ട്. അവരോടൊപ്പം തന്നെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ചേർന്ന് ഗ്രാമപഞ്ചായത്തിലെ പ്രാഥമിക വിദ്യാലയങ്ങളെയും വായനശാലകളെയും വളർത്തി വലിയൊരു സംസ്കാരത്തിന്റെ ഉണർവ് ഉണ്ടാക്കേണ്ടതാണ്. അതുകൊണ്ട് ഗ്രാമപഞ്ചായത്തിലെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, പ്രാഥമിക വിദ്യാലയങ്ങൾ സമൂഹത്തിന്
ഒരുപാട് സംഭാവനകൾ നൽകുന്ന വലിയ സ്ഥാപനങ്ങളാണ്. 2016 ശേഷം കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണം നേരത്തെ അവിടെ സൂചിപ്പിച്ചു സ്വാഗത അധ്യക്ഷ പ്രസംഗങ്ങൾ. അതിനുശേഷം കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൽ വിദ്യാഭ്യാസത്തെ പുരോഗമന വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആധുനിക വിദ്യാഭ്യാസം എന്നാണ് പറയുക. അൽഫ ക്ലാസ് റൂം ഉദ്ഘാടനം KP മോഹനൻ MLA നിർവഹിച്ചു. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ലത ഫാത്തിമ CP, son of Biju AP, ഡോക്ടർ ഓഫ് മനോജൻ. മറ്റ് സാമൂഹ്യപരമായ കാര്യങ്ങൾ, സാംസ്കാരികപരമായ കാര്യങ്ങൾ, കാർഷിക മേഖലയിലെ പുരോഗതി, ഇതൊക്കെ തന്നെ കുട്ടികളിലേക്ക് അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതായിരിക്കണം വിദ്യാലയം. നമ്മുടെ പുസ്തകത്തിലുള്ളത് പഠിക്കാൻ നമുക്ക് 1-2 മണിക്കൂർ എടുത്താൽ ചിലപ്പോൾ സാധിക്കും. പക്ഷേ പൊതുകാര്യങ്ങളെക്കുറിച്ച് അറിയാനും അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനും കഴിയുക എന്നത് വളരെ കുറച്ച്. അതായിരിക്കണം അധ്യാപകൻ എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ ഇന്ന് AI രംഗത്തേക്ക് കുതിച്ചു കയറുകയാണ്. അതുകൊണ്ടാണ് ജൻ വിദ്യാലയം നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. നന്നായിട്ട് തന്നെ ഈ വിദ്യാലയം എനിക്ക് തോന്നുന്നത് ഇതുപോലത്തെ ഒരു വിദ്യാലയവും കെട്ടിടവും എനിക്ക് തോന്നുന്നത് LP സ്കൂൾ തലത്തിൽ നമ്മുടെ മണ്ഡലത്തിൽ വളരെ ചുരുക്കമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വിദ്യാലയങ്ങളൊക്കെ തന്നെ ഇതൊക്കെ തന്നെ ഒരു വിഷനാണ്, സർക്കാരിന്റെ വിഷൻ. കിഡ്സ് പാർക്ക് ഉദ്ഘാടനം കുന്നോത്തുവാർ പഞ്ചായത്ത് പ്രസിഡന്റ് K. ഫസീല നിർവഹിച്ചു. വിദ്യാർത്ഥികളൊരുക്കിയ വാട്ടർ പ്യൂരിഫയർ ഉദ്ഘാടനം വാർഡംഗം T. സുജില നിർവഹിച്ചു. CM കിഡ്സ് അനുമോദനം AEO ബൈജു കേളോത്തും നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം TV കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി. പ്രധാന അധ്യാപകൻ V. ലിജിലാൽ സ്വാഗതം പറഞ്ഞു. സ്കൂൾ മാനേജർ P. ഭരതൻ മാസ്റ്റർ, ഡോക്ടർ KK രവീന്ദ്രൻ, C. പുരുഷു മാസ്റ്റർ, K. റിനീഷ് മാസ്റ്റർ, അഡ്വക്കേറ്റ് G. ഷിജിലാൽ, PK മുഹമ്മദ് അലി, KP റിനിൽ, KP ചന്ദ്ര മാസ്റ്റർ, K. മുകുന്ദൻ മാസ്റ്റർ, K. നാണു മാസ്റ്റർ, K. സുധി, PP ഗോവിന്ദൻ, K. ജാനു ടീച്ചർ, V. സജീഷ്, KP അജിത് കുമാർ, K. സുരഭി, VK ഷാജേഷ്, O. സുവർണ, K. സതീശൻ, KK സുഫാന, N. സുധ ടീച്ചർ, MP ഭാസ്കര മാസ്റ്റർ, PC ഉബൈദ് തുടങ്ങിയവർ സംസാരിച്ചു. ഫെബ്രുവരി 4 മുതൽ 8 വരെ കാസർഗോഡ് കുണിയയിൽ നടക്കുന്ന സമസ്ത 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ചമ്പാട് റേഞ്ച് തലത്തിൽ സന്ദേശയാത്ര നടത്തി. ചൊക്ലിയിൽ നിന്ന് ആരംഭിച്ച സന്ദേശയാത്ര 15 ഇടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം മീത്തലെ ചമ്പാട് സമാപിച്ചു. ബഹുമാനപ്പെട്ട ജുനൈദ് സൗദി ഉദ്ഘാടനം ചെയ്യുകയും സമസ്ത 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചമ്പാട് റേഞ്ച് തല സമ്മേളന സന്ദേശയാത്ര സ്വീകരണ പരിപാടികൾ വിജയിപ്പിക്കുവാനും മീത്തലെ ചമ്പാട് നടക്കുന്ന സമാപന ചൊക്ലിയിൽ സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ചമ്പാട് റേഞ്ച് പ്രസിഡന്റ് ബഷീർ ചെറിയാണ്ടി സന്ദേശയാത്ര പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. മതസൗഹാർദ്ദവും സാഹോദര്യവും നിലനിർത്തുന്ന നാടിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഏത് ഭീകരവാദ പ്രവർത്തനം എടുത്തു നോക്കിയാലും ഏത് തീവ്രവാദ പ്രവർത്തനം എടുത്തു നോക്കിയാലും അതിലൊരു മദ്രസ അധ്യാപകനോ ഉസ്താദോ കുട്ടിയോ അല്ലെങ്കിൽ മറ്റൊരാളുകളും ഇല്ല എന്ന് തന്നെയാണ് ഈ സംസ്ഥയുടെ ലക്ഷ്യം. അത് പൂർത്തീകരിക്കാൻ കഴിയുക, ഭാവിയിലും അത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നത്. മതബോധത്തോടൊപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ഭൗതിക വിദ്യാഭ്യാസം ആവശ്യമായ കാലഘട്ടമാണ്. ആ രംഗത്തും സമസ്ത ഇന്ന് വിജയം കൈവരിച്ചു. സമസ്ത നേരിട്ട് നടത്തുന്ന MA കോളേജ് മുംബൈയിലാണ്. ഇത് പ്രശസ്തമായ കോളേജ്, MA കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലപ്പുറവുമായി ട്രസ്റ്റുകൾ അതുപോലെ തന്നെ സമസ്ത പോഷകങ്ങളുമായി ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ പ്രവർത്തിക്കുന്നു, അറബി കോളേജുകൾ പ്രവർത്തിക്കുന്നു, ദർസുകൾ പ്രവർത്തിക്കുന്നു, MA കോളേജുകൾ പ്രവർത്തിക്കുന്നു, BEd കോളേജുകൾ പ്രവർത്തിക്കുന്നു, പോളിടെക്നിക്കുകൾ, ITIകൾ, ITCകൾ, അതുപോലെ തന്നെ TTC സെന്ററുകൾ, ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയങ്ങൾ, ഇതൊക്കെ സമസ്തയുടെ പോഷകഘടകങ്ങളും ട്രസ്റ്റുകൾ നടത്തുന്നു. മതബോധമുള്ള സമൂഹത്തോടൊപ്പം വിദ്യാഭ്യാസ രംഗത്ത് നമുക്കറിയാം, പൊതുവിദ്യാഭ്യാസ രംഗത്തുമൊക്കെ സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ട് രീതിയിലേക്ക് സമസ്ത വളർന്നുണ്ടെങ്കിൽ P. റഫീഖ് അധ്യക്ഷനായി. ഷംസീർ അസ്ഹരി മുഖ്യപ്രഭാഷണം നടത്തി. സന്ദേശയാത്ര
ക്യാപ്റ്റൻ ഷെരീഫ് ബാഗവി, കെ ഖാലിദ് മാസ്റ്റർ, റഹീം ചമ്പാട്, ജലാലുദ്ദീൻ ദാരിമി, ഉസ്മാൻ മൗലവി ചോക്ലി, അബ്ദുൽ ഹക്കീം ഫൈസി, ഷംസുദ്ദീൻ ഗ്രാമത്തി, CP ബഷീർ, ഡോക്ടർ M മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. റേഞ്ചിന്റെ പരിധിയിലുള്ള 15 കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം സന്ദേശയാത്ര മീത്തലെ ചമ്പാട് സമാപിച്ചു. സമാപന സമ്മേളനം ജുനൈദ് സാദി ഉദ്ഘാടനം ചെയ്തു. TK അബ്ദുൽ ഖാദർ അധ്യക്ഷനായി. E അഷ്റഫ്, ത്വാഹ സൈനി, ശിഹാബുദ്ദീൻ അഷ്റഫി, ഷറഫുദ്ദീൻ സഖാഫി, മുസ്തഫ ഫൈസി, അഷ്റഫ് ഉസ്താദ്, സ്വാദിഖ് അലി ഉസ്താദ്, താജുദ്ദീൻ നിസാമി എന്നിവർ സംസാരിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന സ്വീകരണ യോഗങ്ങളിൽ മുബഷീർ അഹമ്മദ്, ഷജീർ വെള്ളാച്ചേരി, ബഷീർ ഉസ്താദ്, CK ലത്തീഫ് മാസ്റ്റർ, സുലൈമാൻ ഉസ്താദ്, സലാം ഉസ്താദ്, നാസർ കോട്ടയിൽ, ഹംസ പാറാട്ട്, മുഹമ്മദ് ഉസ്താദ്, MM ഖാലിദ്, റഫ്നാസ് താര എന്നിവർ സംസാരിച്ചു. കണ്ണങ്കോട് ഗുരുവിജ്ഞാന കേന്ദ്രം നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. KP മോഹൻ MLA ഉദ്ഘാടനം ചെയ്തു. വർണ്ണശബളമായ ഘോഷയാത്രയും നടന്നു. പാനൂരിനടുത്ത കണ്ണങ്കോട് ഗുരുവിജ്ഞാന കേന്ദ്രം നവീകരിച്ച കെട്ടിട ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വർണ്ണശബളമായ ഘോഷയാത്ര സംഘടിപ്പിച്ചു. കണ്ടോച്ച് തറവാട് ദേവസ്ഥാന പരിസരത്തു നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത്. താലപ്പൊലികളുടെയും ചിങ്കാരിമേളത്തിന്റെയും ബാൻഡ് മേളത്തിന്റെയും അകമ്പടിയിലാണ് ഘോഷയാത്ര നടന്നത്. നിരവധി പേർ ഘോഷയാത്രയിൽ പങ്കെടുത്തു. ഘോഷയാത്രയ്ക്ക് ശേഷം സാംസ്കാരിക സമ്മേളനവും നടന്നു. KP മോഹനൻ MLA ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. യാതൊരു കളങ്കവുമില്ലാതെ അവരുടെ പ്രവർത്തനകാലത്തിൽ നമ്മൾ കേട്ടത് യാതൊരു കളങ്കവുമില്ലാതെ എല്ലാവരെയും നിർമ്മിക്കപ്പെടുന്നവരായിട്ട് ഗുരുദേവൻ മാറി. ഗുരുദേവന് ഒരുപാട് വിഷമുണ്ടായിരുന്നു, കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കണം, ഈ നാട്ടിൽ എങ്ങനെ ആയിരിക്കണം, ഏത് വീട്ടിൽ ആയിരിക്കണം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഗുരുദേവന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അത് ഏറ്റവും വലിയ ആഗ്രഹം എല്ലാവരും സ്ത്രീത്വനുമാകുന്ന മാതൃസ്ഥാനമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ച എല്ലാ മതത്തിൽപ്പെട്ട ജാതിയിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ ഒരു മനുഷ്യരാണ് എന്ന് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനും സാധിക്കും. അതായിരിക്കട്ടെ നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ സ്നേഹവും സന്ദേശവും ഒക്കെ തന്നെ. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും നടക്കുന്നില്ല. ശ്രീനാരായണ ഗുരു വിജ്ഞാന കേന്ദ്രം എന്ന് പറയുമ്പോൾ ഇവിടെ ഈ പ്രദേശത്തിൻ്റെ ജനങ്ങൾക്ക് വിജ്ഞാനം നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രമായിട്ടാണ്, ഒരു ആലയമായിട്ടാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് ഗ്രന്ഥാലയവും അതോടൊപ്പം അവിടെ ഇരുന്നുകൊണ്ട് ചില ചർച്ചകളൊക്കെ തന്നെ നടത്തി ആ ചർച്ചകളുടെ നീളമെടുത്ത നാടിൻ്റെ പ്രദേശത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ തന്നെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടത് മാറട്ടെ. PP ബാബു അധ്യക്ഷനായി. VK സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. CK കുഞ്ഞിക്കണ്ണൻ സ്വാഗതം പറഞ്ഞു. കുന്നോത്തുവാർ പഞ്ചായത്ത് പ്രസിഡന്റ് K ഫസീല, വാർഡംഗം മുംതാസ് മൊട്ടേമൽ, PC നാണു തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. തൊടീക്കളം VP നാരായണ മാരാർ വായനശാലയുടെയും സൂര്യകലാക്ഷേത്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ ചലച്ചിത്ര നടൻ ശ്രീനിവാസൻ, പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. യുവകലാ സാഹിതി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഷിജിത്ത് വായനൂർ ഉദ്ഘാടനം ചെയ്തു. കൂത്തുപറമ്പിനടുത്ത തൊടീക്കളം VP നാരായണ മാരാർ വായനശാലയുടെ നേതൃത്വത്തിൽ
ചലച്ചിത്ര നടൻ ശ്രീനിവാസൻ, പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. യുവകലാസാഹിതി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഷിജിത്ത് വായന്നൂർ ഉദ്ഘാടനം ചെയ്തു. സിനിമകൾ നമുക്ക് സമ്മാനിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ശ്രീനിവാസൻ അടയാളപ്പെടുന്നത്. ഇപ്പോൾ മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിലാണ് അദ്ദേഹത്തിന്റെ കോളേജ് പഠനകാലം. അതിനൊരു കാരണമുണ്ട്, അദ്ദേഹത്തിന്റെ അമ്മയുടെ വീട് മട്ടന്നൂരിലാണ്. അപ്പോൾ അവിടെ കോളേജ് കാലത്ത് പോകുന്ന അനുഭവത്തെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കോളേജ് ക്ലാസ് മുറിയിൽ ശ്രീനിവാസൻ വന്നു കഴിഞ്ഞാൽ തന്നെ പിന്നീട് അവിടെ ഒരു ബഹള തമാശയാണ്, ചിരിയും കളിയും ഒക്കെ ആയിട്ട്. അപ്പോ മാഷ് പലപ്പോഴും അദ്ദേഹത്തോട് അപേക്ഷിക്കാറാണ് നടപ്പത്, ശ്രീനിവാസൻ ദയവായി ഒന്ന് മാറിത്തരാമോ, അറ്റൻഡൻസ് തന്നേക്കാം. കാരണം ഈ ക്ലാസ് ഈ തമാശ പറഞ്ഞ് ചിരിപ്പിച്ച് ക്ലാസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിൽ ഉണ്ടായിരുന്ന ഒരു അനുഭവത്തിന്റെ പശ്ചാത്തലം എന്ന് പറയാം. പക്ഷെ ഇതെല്ലാം പറയുമ്പോഴും PV രാമൻ അധ്യക്ഷനായി. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം VK രാജീവൻ, K രഞ്ജിത്ത്, മല്ലിക ഹരിദാസ്, ഡോക്ടർ ശ്രീബ രഞ്ജിത്ത്, VT അരുൺ, MV സതീശൻ എന്നിവർ സംസാരിച്ചു. തലശ്ശേരി മുബാറക് ഹയർ സെക്കൻഡറി സ്കൂളിൽ തയ്യാറാക്കിയ ആധുനിക രീതിയിലുള്ള വാട്ടർ പ്യൂരിഫയർ സമർപ്പണവും ഉദ്ഘാടനവും നടന്നു. മാനേജർ സി ഹാരിസ് ഹാജി ഉദ്ഘാടനം നിർവഹിച്ചു. തലശ്ശേരി മുബാറക് ഹയർ സെക്കൻഡറി സ്കൂളിൽ തയ്യാറാക്കിയ ആധുനിക രീതിയിലുള്ള വാട്ടർ പ്യൂരിഫയറിന്റെ സമർപ്പണവും ഉദ്ഘാടനവും മാനേജർ സി ഹാരിസ് ഹാജി നിർവഹിച്ചു. പഠനവിധേയമായ ഒരു ശുചീകരണ പ്രക്രിയയാണ് നിങ്ങളുടെ ഈ കുടിവെള്ള പദ്ധതിയിലൂടെ നിങ്ങൾ സമർപ്പിക്കുന്നത്. ഓസ്മോസിസ് തിയറിയിലൂടെ നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളത്തിലെ ബാക്കി ഒരു ഭാഗം അത് വേസ്റ്റാക്കാതെ യൂറിൻ ടോയ്ലറ്റിലേക്ക് കടത്തിവിട്ട് ശുദ്ധീകരിച്ച വെള്ളം മാത്രം നിങ്ങൾക്ക് തരികയും ഒരു ഗ്ലാസ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ 2 ഗ്ലാസ് ശുദ്ധീകരിച്ച് ഉപയോഗശൂന്യമാകാതെ ഉപയോഗിക്കുന്ന വിധത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പുതിയ പ്രക്രിയയിലൂടെയാണ് നിങ്ങൾക്ക് ശുദ്ധജലം കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തന്നെ മാനേജ്മെൻറ്റ് തന്നെ ആ പ്രവൃത്തിയിൽ ശുചിത്വവും അതോടൊപ്പം തന്നെ വേസ്റ്റായി പോകുന്ന ഒരു പരിപാടിയും ആഗ്രഹിക്കുന്നില്ല. എല്ലാം ഉപയോഗിക്കണം. അപ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിച്ചിട്ട് അമൂല്യമായ വെള്ളം ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് AK സക്കറിയ അധ്യക്ഷനായി. മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി ബഷീർ ചെറിയാണ്ടി, പ്രിൻസിപ്പൽ TM മുഹമ്മദ് സാജിദ്, പ്രധാനാധ്യാപകൻ KP നിസാർ, മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ CA അബൂബക്കർ, N മൂസ, ANB ഷാഹിദ്, PTA പ്രസിഡന്റ് തഫ്ലിം മാണിയാട്ട്, സ്റ്റാഫ് സെക്രട്ടറി VK ബഷീർ, ഡെപ്യൂട്ടി പ്രധാനാധ്യാപകൻ M കുഞ്ഞിമൈദു എന്നിവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ശിവാംഗി കൾച്ചറൽ സെന്റർ, മാഹി. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ കഥക് നൃത്തത്തിന്റെ താളവുമായി ശിവാംഗി കൾച്ചറൽ സെന്റർ പുതുവർഷത്തിൽ പുതിയ ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. താളവാദ്യലയത്തോടെ കൈമുദ്രകളാലും ചടുലമായ അംഗവിക്ഷേപങ്ങളാലും ഉയരുന്ന കഥക്കിന്റെ ധ്വനികൾ ഇനി മയ്യഴിയിലും. വിദഗ്ധരായ അധ്യാപകരുടെ ക്ലാസുകൾ. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡാൻസ് സ്റ്റുഡിയോ, ശിവാംഗി കൾച്ചറൽ സെന്റർ, BLM ടവർ, ഹോസ്പിറ്റൽ റോഡ്, മാഹി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തുകേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി.
ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 0490222803 9497360333. വാർത്തകൾ തുടരുന്നു. കിഴക്കേ ചമ്പാട് കുന്നോത്ത് പീടികയിൽ റോഡരികിൽ മാലിന്യം തള്ളിയ നിലയിൽ. രാത്രിയുടെ മറവിലാണ് സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളിയത്. കിഴക്കേ ചമ്പാട് കുന്നോത്ത് പീടിക പൂക്കോം റോഡിൽ കണിയളീൻ്റെവിട ഭൈരവാദി പഞ്ചമൂർത്തി ക്ഷേത്ര പരിസരത്താണ് രാത്രിയുടെ മറവിൽ മാലിന്യം തള്ളിയത്. പേപ്പർ കപ്പ്, പ്ലേറ്റുകൾ, കടലാസ് മാലിന്യമാണ് തള്ളിയത്. വാഹനത്തിലെത്തിയവരാകാം ഇതിന് പിന്നിലെന്നാണ് കരുതുന്നത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. പഞ്ചായത്ത് അധികാരികളും സ്ഥലത്തെത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മൊകേരി യൂണിറ്റ് 34ാം വാർഷിക സമ്മേളനം പാത്തിപ്പാലം പെൻഷൻ ഭവനിൽ നടന്നു. മൊകേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK ജയപ്രസാദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മൊകേരി യൂണിറ്റ് സമ്മേളനം പാത്തിപ്പാലം പെൻഷൻ ഭവനിൽ നടന്നു. മൊകേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK ജയപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. എൻ്റെ വീട്ടിൽ തന്നെ എത്ര വയസ്സ് വരുന്നത് എനിക്കറിയാം. ആ നിലയിൽ നമ്മുടെ എല്ലാ അംഗങ്ങളുടെയും വീടുകൾ എത്തിച്ചേരുന്നു, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നു, അവർക്ക് എന്തൊക്കെയാണ് പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ സഹായം വേണ്ടത് ചെയ്തു കൊടുക്കുന്നു. അല്ലെങ്കിൽ നമ്മളെ പോലുള്ളവർ ഇതുപോലെ വിളിച്ചിട്ട് മാഷെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുന്നു. തിരിച്ചു ഞങ്ങൾ വിളിച്ചു ചോദിക്കുമ്പോൾ അന്നേരം ഫോൺ എടുത്തിട്ടില്ല എങ്കിലും മാഷ എന്താ വിളിച്ചതെന്ന് ചോദിക്കുന്നു. അതായത് ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകന്മാർ ഇതേപോലെ ഡാറ്റാ ഷീറ്റൊക്കെ പൂരിപ്പിക്കുമ്പോൾ സംശയം ഉണ്ടാകുമ്പോൾ നമ്മളിവർ രണ്ടുപേരെയാണ് വിളിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ എല്ലാ തരത്തിലുള്ള സഹായവും ചെയ്തു കൊടുക്കുന്ന യൂണിറ്റാണ് മൊകേരി യൂണിറ്റ് എന്നതിലും അതിന്റെ ഒരു പ്രവർത്തകനാകാൻ സാധിച്ച സന്തോഷവുമാണ് ഞാൻ നിങ്ങളുടെ വീട്ടിൽ പറയുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് VP അനന്തൻ മാസ്റ്റർ അധ്യക്ഷനായി. VP നാണു മാസ്റ്റർ, KC കുഞ്ഞിക്കണ്ണൻ, N കൃഷ്ണൻകുട്ടി, K രാജു, PP ഹരീന്ദ്രൻ, PK രാജൻ, മോഹനൻ കുറുങ്ങോട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരളത്തിൽ നടന്നുവരുന്ന 5 വർഷത്തിലൊരിക്കൽ ശമ്പള പെൻഷൻ പരിഷ്കരണമെന്ന അടിസ്ഥാനത്തിലുള്ള നടപടികൾ അടിയന്തരമായി പൂർത്തീകരിച്ച് മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ലഭിക്കാനുള്ള ക്ഷാമശ്വാസഗഡുകൾ കുടിശ്ശിക സഹിതം അനുവദിക്കുക, അപാകതകൾ പരിഹരിച്ച് മെഡിസിപ്പ് പദ്ധതി ആവിഷ്കരിച്ച് ഔട്ട്പേഷ്യന്റ് വിഭാഗത്തിലും ആനുകൂല്യം അനുവദിക്കണമെന്നും PFRDA നിയമം പിൻവലിച്ച് പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു.
എരഞ്ഞോളി NSS കരയോഗം 13ാം വാർഷിക സമ്മേളനവും കുടുംബസംഗമവും വടക്കുംപാട് മടത്തുംഭാഗം കരയോഗ മന്ദിരത്തിൽ നടന്നു. NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് MP ഉദയഭാനു ഉദ്ഘാടനം ചെയ്തു. എരഞ്ഞോളി NSS കരയോഗത്തിന്റെ 13ാം വാർഷിക സമ്മേളനവും കുടുംബസംഗമവും മടത്തുംഭാഗം കരയോഗത്തിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് MP ഉദയഭാനു ഉദ്ഘാടനം ചെയ്തു. NSS പങ്കെടുക്കുന്നതിനായിട്ടോ ഒരു പ്രസ്താവനയും വന്നില്ല. അതേ സ്ഥാനത്ത് ഈ സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാം, ഫേസ്ബുക്ക് എന്ന് പറയുന്ന സാധനം അതിലെഴുതുന്ന കുറെ വിഭാഗങ്ങളുണ്ട്. അതൊന്നും തലയും വാലും ഇല്ലാത്ത, ആരാണെന്ന് പോലും ഇല്ലാത്ത കുറെ മെസ്സേജുകൾ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ഇതിലൊക്കെ എപ്പോഴും ഏത് കാര്യം, ഇത് നല്ല കാര്യം വന്നാലും മോശക്കാര്യം വന്നാലും ഇതിനെ എതിർക്കുവാനുള്ള ചിന്താഗതിയോട് കൂടി വരുന്നവരാണ്. അതൊന്നും നമ്മൾ മുഖവിലക്കെടുക്കാറില്ല. അതുകൊണ്ട് NSSന്റെ നിലപാട് പറയുന്നതിനും ഒരു മടിയും എവിടെയും കാണിക്കാറില്ല. NSS ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പോഷക സംഘടനയല്ല. NSS അതാത് കാലങ്ങളിൽ എതിർക്കേണ്ടവരെ ശക്തമായി എതിർത്തിട്ടുണ്ട്. പക്ഷേ NSSന്റെ നിലപാടുകൾ ഒരിക്കലും സമുദായത്തിനെതിരായി വരാറില്ല, അതേപോലെ സമൂഹത്തിനെതിരായി വരാറില്ല, ആചാര അനുഷ്ഠാനങ്ങൾക്കെതിരായി വരാറില്ല. അതൊക്കെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി ഒരു പ്രസ്താവന ഇറക്കാറുള്ളൂ. അത് നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രസ്താവന എന്ന് പറയുന്നത് ജനറൽ സെക്രട്ടറിയുടെ, നായർ സർവീസ് സൊസൈറ്റിയുടെ ഡയറക്ടർ ബോർഡിന്റെ പ്രസ്താവനയാണ്. നായർ സർവീസ് സൊസൈറ്റിയുടെ സംവിധാനത്തിന്റെ പ്രസ്താവനയാണ്, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രസ്താവനകളല്ല. അതുകൊണ്ട് അദ്ദേഹത്തെ തകർത്താൽ, അദ്ദേഹത്തെ വ്യക്തിപരമായി തകർത്തു കഴിഞ്ഞാൽ ഈ സംഘടനയെ തകർക്കാൻ വേണ്ടി പലരും പല കാലഘട്ടത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എവിടെയും ഒരു ചെറുവിരലനക്കാൻ ആർക്കും സാധിച്ചില്ല. കാരണം അതിന്റെ നിലപാടുകൾ കൊണ്ട് തന്നെയാണ്. MP ചന്ദ്രൻ നമ്പ്യാർ അധ്യക്ഷനായി. A മോഹൻ മാസ്റ്റർ, PV പ്രേമചന്ദ്രൻ നമ്പ്യാർ, മാലതി രാമചന്ദ്രൻ, E മനോഹരൻ, KK ജയപ്രകാശ്, U രാജഗോപാൽ, ഭാരതി ഹരീന്ദ്രനാഥ്, B അനിൽ, MP ഹരീന്ദ്രനാഥ്, KV രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സ്കോളർഷിപ്പുകൾ നൽകി ആദരിച്ചു. മുതിർന്ന അംഗങ്ങളെയും ആദരിച്ചു. MPയാണ് നമ്മുടെ മോഹൻ മാസ്റ്റർ. ആദ്യത്തെ 6 വർഷം കരയോഗത്തിന്റെ ട്രഷററായി പ്രവർത്തിച്ചു. കരയോഗം അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും തുടർന്ന് അരങ്ങേറി. പെരിങ്ങത്തൂർ റേഞ്ച് സമസ്ത 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം പ്രചരണ വാഹനജാഥയും പദയാത്രയും സംഘടിപ്പിച്ചു. ജില്ലാ മുഷാവറ അംഗം TK ഉമർ മുസ്ലിയാർ ജാഥാ നായകൻ മുഹീദ്ദീൻ കുട്ടി ഭാഗവിക്കും ഉപനായകൻ NA ഇസ്മായിൽ മാസ്റ്റർക്കും പതാക നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. പെരിങ്ങത്തൂർ റേഞ്ച് സമസ്ത 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം പ്രചരണ വാഹനജാഥയും പദയാത്രയും സംഘടിപ്പിച്ചു. പെരിങ്ങത്തൂർ മഖാം സിയാറത്തോടെ ജില്ലാ മുഷാവറ അംഗം TK ഉമർ മുസ്ലിയാർ ജാഥാ നായകൻ മുഹീദ്ദീൻ കുട്ടി ഭാഗവിക്കും ഉപനായകൻ NA ഇസ്മായിൽ മാസ്റ്റർക്കും പതാക നൽകി ഉദ്ഘാടനം ചെയ്തു. വാഹനജാഥയ്ക്ക് റേഞ്ച് പരിധിയിലെ കയനോളി, തോട്ടോളി, പെരിങ്ങത്തൂർ, മേക്കുന്ന്, കടുക്കബസാർ, കുറ്റിയിൽപീടിക, കൊളായി, കീഴ്മാടം, ചെറുവോട്ട്, അണിയാരം, പാലോറത്ത്, കൊച്ചിയങ്ങാടി, പാറമ്മൽ, പുല്ലൂക്കര തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി. വിവിധ കേന്ദ്രങ്ങളിൽ ഷിഹാബുദ്ദീൻ വാഫി, അബ്ദുൾ റഹീം ധാരിമി, സുഹൈൽ റഹ്മാനി, നവാസ് വാഫി, റാഷിദ് ഇർഫാനി, നൌഷാദ് ഫൈസി, ഇബ്രാഹിം ധാരിമി, സിദ്ദീഖ് ഫൈസി തുടങ്ങിയവർ പ്രഭാഷണം നടത്തി. സമാപന പദയാത്രയ്ക്ക് കുനിയിൽ പീടികയിൽ നിന്ന് തുടക്കം കുറിച്ച് മുക്കിൽ പീടികയിൽ സമാപിച്ചു. സമാപന പൊതുസമ്മേളനം റേഞ്ച് സെക്രട്ടറി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥത്തിൽ ആദർശവിശുദ്ധിയിലെ 100 ആണ്ടുകൾ കേവലം 100 ആണ്ടുകൾക്കപ്പുറത്തും അത് ഒരുപാട് ദൂരത്തേക്ക് പടർന്നു കിടക്കുന്നു എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. കേവലം സംഘാടനപരമായി സമസ്തകാല ജമീയത്തുൽ ഉലമ 926 രൂപം നൽകി എന്തുകൊണ്ട് 2026 എത്തുമ്പോൾ അതിന്റെ പ്രണയം ആദർശവിശുദ്ധിയിലെ 100 ആണ്ടുകൾ എന്നായി. എന്നാൽ അതിനേക്കാളപ്പുറം അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ 40ാമത്തെ വയസ്സിൽ ഭൂമി ലോകത്ത് പ്രബോധന ദൗത്യമായി കടന്നു വന്ന ആ കാലഘട്ടം മുതൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന കൃത്യമായ ഒരു നേർപാതയുണ്ട്. അവിടെയാണ് ആദർശം. ആ ആദർശത്തിന്റെ വിശുദ്ധിയാണ് 926 മുതൽ ഒരു സംഘടനയുടെ പേരിൽ സമസ്തകാല ജമീയത്തുൽ ഉലമ പ്രവർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ 926 മുമ്പും മാലിക് ദീനാറും കൂട്ടരും കേരളത്തിലേക്ക് ഇസ്ലാമിന്റെ തനതായ ശൈലി പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നും അവിടുത്തെ സ്വഹാബത്തെ കിറാമും കാണിച്ചു തന്ന തനതായ രീതി, ആ കൃത്യമായ പാത ഒരു നിലക്കും എവിടെയും വഴിപിഴക്കാതെ. ഗുലാം അബ്ദുറഹ്മാൻ സാഹിബ് അധ്യക്ഷനായി. NA ഇസ്മായിൽ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു.
AK അബ്ദുൽ ഭാഗി മുഖ്യപ്രഭാഷണം നടത്തി. നവംബർ മാസം 14-ാം തീയതി കോഴിക്കോട് താലൂക്ക് സബ് രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഭരണഘടനയിൽ 5 ലക്ഷങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. 6ാമത്തെ ലക്ഷ്യമില്ല. 5 ലക്ഷം. ആ 5 ലക്ഷങ്ങളിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. നമുക്കറിയാം, പുല്ലൂക്കടയിൽ 10 കുട്ടികൾ ചേർന്നിട്ട് ഒരു ക്ലബ് ഉണ്ടാക്കിയിട്ട് ആ ക്ലബ് രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോ 10ഓ 15ഓ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടാകും. പക്ഷെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് ABCDE എന്ന് പറഞ്ഞ് 5 ലക്ഷങ്ങൾ മാത്രമേ ഉള്ളൂ. 2 ലക്ഷങ്ങൾ എന്താണെന്ന് അറിയുമോ? 2 ലക്ഷങ്ങൾ സുന്നത്ത് ജമാഅത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടുക എന്നുള്ളതാണ് ഈ ഭരണഘടന പറയുന്ന രണ്ട് വിഷയങ്ങൾ. ജാഥ നായകൻ മുഹിദ്ദീൻ കുട്ടി ബാഗവി, സയ്യിദ് അബൂ താഹിർ തങ്ങൾ, നവാസ് വാഫി, ഫാസിൽ ധാരിമി തുടങ്ങിയവർ സംസാരിച്ചു. KSTA സംസ്ഥാന കമ്മിറ്റി അംഗവും CPIM പാറപ്രം ലോക്കൽ സെക്രട്ടറിയും സി മാധവൻ സ്മാരക വായനശാലയുടെ സാരഥിയുമായിരുന്ന വി പ്രസാദൻ മാസ്റ്ററുടെ 1ാം ചരമവാർഷികാചരണം നടത്തി. പിണറായി വെസ്റ്റിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം PK പ്രേംനാഥ് ഉദ്ഘാടനം ചെയ്തു. KSTA സംസ്ഥാന കമ്മിറ്റി അംഗവും CPIM പാറപ്പുറം ലോക്കൽ സെക്രട്ടറിയും സി മാധവൻ സ്മാരക വായനശാലയുടെ സാരഥിയുമായിരുന്ന വി പ്രസാദൻ മാസ്റ്ററുടെ 1ാം ചരമവാർഷികാചരണം സംഘടിപ്പിച്ചു. പാറപ്പുറത്തു നിന്നും ബഹുജന പ്രകടനം നടന്നു. പിണറായി വെസ്റ്റിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം PK പ്രേംനാഥ് ഉദ്ഘാടനം ചെയ്തു. പാർട്ടി പിണറായി ഏരിയ സെക്രട്ടറി K ശശിധരൻ, KK രാജീവൻ എന്നിവർ സംസാരിച്ചു. ലോക്കൽ സെക്രട്ടറി K പ്രസാദൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് വി പ്രദീപൻ സ്വാഗതം പറഞ്ഞു. വായനശാലയിലും CPIM പാറപ്പുറം ലോക്കൽ കമ്മിറ്റി ഓഫീസിലും പ്രസാദൻ മാസ്റ്ററുടെ ഫോട്ടോ അനാച്ഛാദനവും നടന്നു. മതം മാത്രമാണ് ശ്രേഷ്ഠം, കുഴപ്പത്തിന്റെ കൊടുമുടിയാൽ. എന്റെ ദൈവം ഉത്തമനാണ്, ഒരു കുഴപ്പമില്ല. നിങ്ങൾ പറയാം, എനിക്ക് എന്റേത് പറയാം. എന്റെ ദൈവം ഉത്തമനാണ് എന്നതിന് പകരം എന്റെ ദൈവം മാത്രമാണ് ഉത്തമൻ എന്ന് ഉച്ചരിച്ചാൽ മുസീബത്തിന്റെ മുടിയാങ്കാല തുടങ്ങ. സംശയമില്ല, അപകടമാണ് എന്ന് ചുരുക്കം. എന്റേത് മാത്രമാണ് ശരി എന്നതിനർത്ഥം എന്റേതല്ലാത്തതെല്ലാം തെറ്റ് എന്നാണ്. എന്റേത് മാത്രമാണ് ശ്രേഷ്ഠം എന്നതിന്റെ അർത്ഥം തന്റേതല്ലാത്തതെല്ലാം മ്ലേച്ഛം എന്നാണ്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തലശ്ശേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഹോട്ടൽ ജീവനക്കാർക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നവരത്ന ഇന്നിൽ നടന്ന ക്യാമ്പ് KHRI സംസ്ഥാന വൈസ് പ്രസിഡന്റ് K അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തലശ്ശേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഹോട്ടൽ ജീവനക്കാർക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തലശ്ശേരി ഹോട്ടൽ നവരത്ന ഇന്നിലാണ് ക്യാമ്പ് നടത്തിയത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം സ്റ്റേറ്റ് കമ്മിറ്റിയും ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ യൂണിറ്റുകളിലും ഹെൽത്ത് കാർഡ് ജീവനക്കാർക്ക് എടുത്തു കൊടുക്കാണ്ട് ധാരണയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ല 2 ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗം ഇന്ന് തലശ്ശേരിയിൽ നവരത്ന ഇനിൽ നിന്ന് ഏകദേശം 600ഓളം ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് കൊടുക്കുന്നുണ്ട്. ഇന്നലെ കണ്ണൂർ ജില്ലയിൽ കണ്ണൂരായിരുന്നു. ഇനിയിപ്പം പല യൂണിറ്റുകളിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഗവൺമെൻറ്റോട് ആലോചിച്ചും കൊണ്ട് KHRI സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം 4 വർഷമായിട്ട് തുറന്നു നടത്തുന്നതാണ്. അത് കണ്ണൂർ ജില്ലയിൽ ഇന്നലെ കണ്ണൂർ നടന്ന് ഇന്ന് തലശ്ശേരിയിലാണ് നടക്കുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് CCM മഷൂർ അധ്യക്ഷനായി. നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും ഹോട്ടലുകളിലെയും 600ഓളം ജീവനക്കാരാണ് മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തത്. അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. കോഴിക്കോട് മൈക്രോ ലാബിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി നാസർ മാഡോൾ, യൂണിറ്റ് ട്രഷറർ ജയചന്ദ്രൻ, ഭാരവാഹികളായ MP ശശീന്ദ്രൻ, V രാജേഷ്, ഷാജി, KK ദിനേശൻ, M കനകവല്ലി, K റഹീദ്, ഹരിദാസ്, K അശോകൻ, K രമേഷ് ബാബു, നസീർ റെജൻസി തുടങ്ങിയവർ പങ്കെടുത്തു. ഡോക്ടർ സന ഹനീഫ് ക്യാമ്പിന് നേതൃത്വം നൽകി. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തലശ്ശേരി യൂണിറ്റ് നടപ്പിലാക്കുന്ന 4ാമത്തെ ഹെൽത്ത് ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായി ഏകദേശം ഈ ജനുവരി മാസം തന്നെയാണ് ക്യാമ്പ് നടത്തി വന്നത്. സംസ്ഥാന സർക്കാരും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ
സംസ്ഥാന കമ്മിറ്റിയും എടുത്ത തീരുമാനപ്രകാരമാണ് ഈ ക്യാമ്പ് നടന്നു വരുന്നത്. കോഴിക്കോട് മൈക്രോ ലാബുമായി സഹകരിച്ചുകൊണ്ടാണ് ഈ തുടർച്ചയായിട്ടുള്ള 4ാമത്തെ വർഷവും ഈ ക്യാമ്പ് ഞങ്ങൾ നടത്തി വരുന്നത്. പാനുണ്ട റോഡ് ഷാസ് മാർഷൽ ആർട്സ് അക്കാദമിയിൽ നടന്ന ഷാസ് ഇന്റർ ഡോജോ ഏകദിന കരാത്തെ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. വിവിധ തലങ്ങളിലായി നിരവധി മത്സരങ്ങളും നടന്നു. ഷാസ് ഇന്റർ ഡോജോ കരാത്തെ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. പാനുണ്ട റോഡ് ഷാസ് മാർഷൽ ആർട്സ് അക്കാദമിയിലാണ് പരിപാടി നടന്നത്. വിവിധ തലങ്ങളിലായി നിരവധി മത്സരങ്ങൾ നടന്നു. PM ഫൈസൽ ഗുരുക്കൾ ഉദ്ഘാടനം ചെയ്തു. സെൻസായി അബ്ദുൾ ഷാക്കിർ അധ്യക്ഷനായി. VC അബ്ദുൾ റസാഖ് മുഖ്യാതിഥിയായി. ചീഫ് ജഡ്ജിമാരായ അനൂപ് മോൻ, അമൃത, മുഹമ്മദ് സിനാൻ, തൗഫീഖ്, അർജുൻ, സെൻസായിമാരായ ഹമീദ് അഹമ്മദ് കുട്ടി, മൊയ്തീൻ കുട്ടി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കത്ത കാറ്റഗറി ഇനത്തിൽ 8ഉം കുമിത്തെ കാറ്റഗറി ഇനത്തിൽ 12 മത്സരങ്ങളാണ് നടന്നത്. കുമിത്തയിൽ മിനി സബ് ജൂനിയർ, ജൂനിയർ ബോയ്സിൽ K ശ്രീദേവ്, നബീൽ അൽ റിഫായി, ആദിൽ മുഹമ്മദ്, ആൽബിൻ, അയാൻ, മുഹമ്മദ് അമീർ, അബ്ദുൽ ഹാദി, ശിവാനന്ദ് ദാസ്. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ C ജാൻവി, ധൻവിയ, ഖാദ N മോഹൻ, വൈനവി എന്നിവർ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ബ്ലാക്ക് ബെൽറ്റ് സീനിയർ വിഭാഗത്തിൽ രജീഷ് 1ാം സ്ഥാനത്തിന് അർഹനായി. കത്ത കാറ്റഗറി ഇനത്തിൽ മുഹമ്മദ് അബിൽ, നബീൽ അൽ റിഫായി, സഹറ ഫാത്തിമ, ഖാദ N മോഹൻ, മുഹമ്മദ് ആമിർ, റിഹാൻ റഹ്മാൻ, വൈനവി, രജീഷ് എന്നിവരും ജേതാക്കളായി. വിജയികൾക്കുള്ള പുരസ്കാര വിതരണം ഒയ്സ്ക ഇന്റർനാഷണൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കക്കോത്ത് പ്രഭാകരൻ, സുമയ്യ മൊവേരി, സ്വാലിഹ് പട്ടാമ്പി എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്.
കറക്റ്റ് മാഷേ. ജിയോ സ്റ്റാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കതിരൂർ യൂണിറ്റ് 34ാം വാർഷിക സമ്മേളനം കതിരൂർ വിന്നേഴ്സ് ലൈബ്രറി ഹാളിൽ നടന്നു. KSSSPU ജില്ലാ കമ്മിറ്റി അംഗം P. വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കതിരൂർ യൂണിറ്റ് 34ാം വാർഷിക സമ്മേളനം കതിരൂർ വിന്നേഴ്സ് ലൈബ്രറി ഹാളിൽ നടന്നു. KSSPU ജില്ലാ കമ്മിറ്റി അംഗം P. വിജയൻ ഉദ്ഘാടനം ചെയ്തു. 34 വർഷം പിന്നിട്ടപ്പോൾ നമ്മൾ നേടിയ നേട്ടങ്ങളും അത് നമ്മൾ അനുഭവിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. കാരണം നമ്മുടെ സംഘടന രൂപീകൃതമാകുമ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥ, അതിനു മുമ്പേ ഉണ്ടായിരുന്ന അവസ്ഥ, ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച DR-ൻ്റെ കാര്യം ആണ് ആദ്യം സൂചിപ്പിച്ച ഒരു കാര്യം ഇല്ലേ? ആ DR-ൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മളത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം എന്താണ് DR നമുക്ക് അവകാശമായിരുന്ന പെൻഷൻകാർക്ക് 78 വരെ അവകാശമായിരുന്നില്ല. അതുപോലെ ജീവനക്കാർക്കും അതിനു മുമ്പേ 68-ന് മുമ്പേ ജീവനക്കാർക്കും അങ്ങനെ ഒരു പ്രത്യേക തരത്തിലൊന്നുമില്ല. പിന്നീടാണ് 68-ൽ ജീവനക്കാരൊക്കെ സമരം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് 68 മുതൽ ജീവനക്കാർക്ക് കിട്ടിയത്. പക്ഷേ അവിടുന്ന് 10 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ആർക്ക് കിട്ടിയത്? പെൻഷൻകാർക്ക് 78-ലാണ് DA കിട്ടുന്നത്. കതിരൂർ യൂണിറ്റ് പ്രസിഡന്റ് P. വി. രാഘവൻ അധ്യക്ഷനായി. സംഘടനയുടെ അംഗങ്ങളും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായ VV കരുണൻ, ഭാസ്കരൻ കുരാർത്ത് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. P. ചന്ദ്രൻ, M. രമേശ് ബാബു, BM ചന്ദ്രൻ, KK രവീന്ദ്രൻ, TN സജീവ്, M. ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ചിറക്കര പുരന്തരം സംഗീത വിദ്യാലയത്തിന്റെ 27ാം വാർഷികാഘോഷം നടന്നു. രാജീവം at 27 എന്ന പേരിൽ തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത്. ചിറക്കര മേക്കരക്കണ്ടി പുരന്തരം സംഗീത വിദ്യാലയത്തിന്റെ 27ാം വാർഷികം ആഘോഷിച്ചു. രാജീവൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. നിരവധി പേർ ആഘോഷ പരിപാടികളിൽ പങ്കാളികളായി. ഏറ്റവും അർഹതപ്പെട്ട ഒരു ആദരവ് നൽകിക്കൊണ്ടാണ് ഈ പരിപാടിക്ക് ആരംഭം കുറിച്ചത് എന്നതാണ്. പൊന്നം കൊട്ടാരം ദേവസ്ഥാനം ശ്രീ വൈരിഘാതകൻ ഭഗവതി ക്ഷേത്രത്തിൽ ധ്വജസ്തംഭ സ്ഥാപനത്തിന് മുന്നോടിയായി ധ്വജം എണ്ണത്തോണിയിലേക്ക് മാറ്റി എണ്ണയൊഴിക്കുന്ന തൈലാധിവാസം ചടങ്ങ് നടന്നു. ശബരിമല മുൻ മേൽശാന്തി കൊട്ടാരത്തിൽ ജയരാമൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. പൊന്നം കൊട്ടാരം ദേവസ്ഥാനം ശ്രീ വൈരിഘാതകൻ ഭഗവതി ക്ഷേത്രത്തിൽ ധ്വജസ്തംഭ സ്ഥാപനത്തിന് മുന്നോടിയായി ധ്വജം എണ്ണത്തോണിയിലേക്ക് മാറ്റിയൊഴുക്കുന്ന തൈലാധിവാസം ചടങ്ങ് നടന്നു. ശബരിമല മുൻ മേൽശാന്തി കൊട്ടാരത്തിൽ ജയരാമൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കാളികളായി. ധ്വജപ്രതിഷ്ഠയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജയരാമൻ നമ്പൂതിരി പ്രഭാഷണം നടത്തി. ട്രസ്റ്റ് ചെയർമാൻ യു രഘുനാഥ് അധ്യക്ഷനായി. ശബരിമല സന്നിധാനത്തെത്തിയ വേണുഗോപാലൻ നായർ, ടി ഷൈജു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ബ്രോഷർ പ്രകാശനം കൊട്ടാരത്തിൽ ജയരാമൻ നമ്പൂതിരി കെ രാജന് നൽകി നിർവഹിച്ചു. ക്ഷേത്രം ട്രസ്റ്റ് സെക്രട്ടറി KP ഷാജി, ജോയിന്റ് സെക്രട്ടറി U രാജേഷ്, ട്രഷറർ CP സന്തോഷ്, സജനനാഥ് തുടങ്ങിയവർ സംബന്ധിച്ചു. നമ്മുടെ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വിശേഷപ്പെട്ട ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. നമുക്കറിയാം,
2004 തരണനെല്ലൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ കീഴത്തൂർ തോട്ടത്തിൽ ശ്രീ മുത്തപ്പൻ മടപ്പുര തിറ മഹോത്സവം 2 ദിവസങ്ങളിലായി നടന്നു. നിരവധി തെയ്യങ്ങൾ കെട്ടിയാടി. കീഴത്തൂർ തോട്ടത്തിൽ ശ്രീ മുത്തപ്പൻ മടപ്പുര തിറ മഹോത്സവം 2 ദിവസങ്ങളിലായി നടന്നു. നിരവധി വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കാളികളായി. വിവിധ തെയ്യങ്ങളുടെ കെട്ടിയാട്ടം നടന്നു. പ്രസാദ സദ്യയും ഒരുക്കിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. 64ാമത് സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കിരീടം കരസ്ഥമാക്കിയ കണ്ണൂർ ടീമിന് സ്വീകരണം നൽകി. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി സ്വദേശിയായ വനിതാ ഡോക്ടറെ ഡിജിറ്റൽ അറസ്റ്റ് ഭീഷണി മുഴക്കി 10.5 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ മുഖ്യപ്രതി പിടിയിൽ. അറസ്റ്റിലായത് പഞ്ചാബ് ലുധിയാന സ്വദേശി ജീവൻ റാം. മയ്യഴിയുടെ ടൂറിസത്തിനും വികസനത്തിനും വേണ്ടി 200 കോടിയുടെ വികസന പ്രവർത്തനം നടത്തുമെന്ന് പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസനാഥൻ. പള്ളു ഗവൺമെന്റ് ആശുപത്രിക്ക് പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. സോഷ്യലിസ്റ്റ് നേതാവ് മുൻ മന്ത്രിയുമായിരുന്ന PR കുറുപ്പിന്റെ 25ാം ചരമവാർഷികാചരണ പരിപാടികൾ സമാപിച്ചു. അനുസ്മരണ റാലിയും പൊതുസമ്മേളനവും നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.